ഇനി നമുക്ക് ഇങ്ങനെ ക്വസ്റ്റ്യൻ നോക്കാം. എ റോൾഡ് സ്റ്റീൽ ഓഫ് ഐ സെക്ഷൻ ആസ് ഷോൺ ഇൻ ഫിഗർ. ഐ സെക്ഷൻ തന്നിട്ടുണ്ട്. എ UDL is given. Span of 10 meter. Calculate the maximum stress produced to the bending. നമുക്ക് മാക്സിമം സ്ട്രെസ് എഫ് മാക്സിമം ആണ് കണ്ടുപിടിക്കേണ്ടത്. UDL ആണ് തന്നിരിക്കുന്നത്. സിംപ്ലി സപ്പോർട്ടഡ് എന്ന് പ്രത്യേകം പറഞ്ഞിട്ടില്ല, പക്ഷെ വി ക്യാൻ ടേക്ക് ഇറ്റ് ആസ് ലൈക്ക് ദാറ്റ്. അപ്പൊ അതിലേക്ക് നമ്മൾ ഇക്വേഷൻ വെച്ച് നോക്കുകയാണെങ്കിൽ M/I = F/Y = E/R എന്ന ഇക്വേഷന്റെ അകത്ത് E/R നമുക്ക് ഒഴിവാക്കാം, കാരണം ഇയും ആറും തന്നിട്ടില്ല. അപ്പൊ ആദ്യം പിക്ചറിൽ വരുന്നത് ഈ ഒരു ഇക്വേഷൻ മാത്രമാണ്. M/I = F/Y. സിഗ്മ അല്ല, F/Y എന്ന് എടുക്കാം. സിഗ്മ വേണ്ട, നമുക്ക് F/Y എടുക്കാം. അപ്പൊ F/Y എടുക്കുമ്പോൾ M/Iയിൽ M ഒരു സിംപിൾ സപ്പോർട്ടഡ് ബീമാണ്, UDL ആക്ട് ചെയ്യുന്നുണ്ട്. സോ മാക്സിമം മൊമെന്റ് വിൽ ബി WL²/8. അത് നമുക്ക് കിട്ടും. ബെൻഡിങ് സ്ട്രെസ് മാക്സിമം ആണ്, സിഗ്മ മാക്സിമം ആണ് കണ്ടുപിടിക്കാൻ, എഫ് മാക്സിമം ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ M/I × Y എന്ന ഇക്വേഷൻ വേണം. Y എന്ന് പറയുന്നത് എക്സ്ട്രീം ഫൈബറിലേക്ക് ന്യൂട്രൽ ആക്സിസ് എന്നുള്ള ഡിസ്റ്റൻസ് ആണ്, Y മാക്സിമം ആണ്. I മൊമെന്റ് ഓഫ് ഇനേഷ്യ ഓഫ് ദിസ് ക്രോസ് സെക്ഷൻ അബൌട്ട് ദ ന്യൂട്രൽ ആക്സിസ്. അപ്പൊ ഇവിടെ ഒരു I സെക്ഷൻ ആണ് തന്നത്. I സെക്ഷന്റെ ന്യൂട്രൽ ആക്സിസിന്റെ ബേസിലുള്ള മൊമെന്റ് ഓഫ് ഇനേഷ്യ കണ്ടുപിടിക്കണം. അതേപോലെ ഈ I സെക്ഷന്റെ എക്സ്ട്രീം ഫൈബറിലേക്ക് ന്യൂട്രൽ ആക്സിസ് എന്നുള്ള ഡിസ്റ്റൻസ് കണ്ടുപിടിക്കണം. ന്യൂട്രൽ ആക്സിസ് എന്നാണ് എപ്പോഴും നമുക്ക് Y എന്ന് പറയുന്നത് ന്യൂട്രൽ ആക്സിസിന്റെ ഡിസ്റ്റൻസ് ആണ്, അല്ലേ? ഒരു സിമെട്രിക്കൽ I സെക്ഷൻ ആണ്. ഇവിടെ 200 മുകളിലുണ്ട്, താഴെ 200 ആണ്. സെയിം സാധനമാണ് ഈ ന്യൂട്രൽ ആക്സിസിന്റെ രണ്ട് സൈഡിലുള്ളത്. സോ ഇറ്റ് ഇസ് എ സിമെട്രിക്കൽ I സെക്ഷൻ. അപ്പൊ ന്യൂട്രൽ ആക്സിസ് എവിടെയായിരിക്കും? ജോമെട്രിക്കലി സിമെട്രിക്കൽ ആണെങ്കിൽ ന്യൂട്രൽ ആക്സിസ് വിൽ ബി അറ്റ് ദ എക്സാക്ട് സെന്റർ ഇറ്റ്സെൽഫ്, അല്ലേ? അങ്ങനെയാണെങ്കിൽ ഇതിലെ Y മാക്സിമം എന്ന് പറയുന്നത് ഈ സെന്ററിൽ നിന്ന് എക്സ്ട്രീം ഫൈബറിലേക്കുള്ള ഡിസ്റ്റൻസ് ആയിരിക്കും. ഇവിടെയും ഇങ്ങോട്ടും ഇവിടുന്ന് ഇവിടേക്കുള്ള ഡിസ്റ്റൻസ്. അപ്പൊ Y മാക്സിമം വിൽ ബി 200, അല്ലേ? ഇതിന്റെ I അബൌട്ട് ന്യൂട്രൽ ആക്സിസ് എങ്ങനെ കണ്ടുപിടിക്കാം? അപ്പൊ ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം? ടോട്ടൽ I മൈനസ് ഉള്ളിലത്തെ പോർഷൻ ഒഴിവാക്കുക, അല്ലേ? സോ ദാറ്റ് ഈസ് ഇക്വേഷൻ ഗിവൺ BDQ/12 മൈനസ് ഉള്ളിലത്തെ പോർഷൻ മാത്രം എന്ന് പറയുമ്പോൾ 200 മൈനസ് 10 B ഇൻറ്റു 400 മൈനസ് 2 20 ഒഴിവാക്കി. സോ 360. സോ BDQ/12. സോ I will be obtained. I is obtained. അപ്പൊ I കിട്ടി, Y മാക്സിമം അറിയാം, M കാൽക്കുലേറ്റ് ചെയ്തു. സോ F മാക്സിമ, ആൻഡ് ദാറ്റ് F മാക്സിമ ഈസ് obtained as in this here it is 304.92. Okay. സോ ഈ ടൈപ്പ് ഓഫ് പ്രോബ്ലം നിങ്ങൾ പഠിക്കാം. ഇവിടെ അറിയേണ്ട നമുക്ക് I കണ്ടുപിടിക്കലും Y കണ്ടുപിടിക്കലാണ്. ഇനി അടുത്തത് ഒരു അൺസിമെട്രിക്കൽ ക്രോസ് സെക്ഷൻ. ഇത് സിമെട്രിക്കൽ ആയതുകൊണ്ട് ഈസിയാണ്. അൺസിമെട്രിക്കൽ ക്രോസ് സെക്ഷൻ വന്നാൽ എന്തൊക്കെ ചെയ്യണം? അൺസിമെട്രിക്കൽ ക്രോസ് സെക്ഷൻ വന്നാൽ നമുക്ക് ആദ്യം തന്നെ ന്യൂട്രൽ ആക്സിസ് ലൊക്കേറ്റ് ചെയ്യാൻ പഠിക്കണം. ആദ്യം ന്യൂട്രൽ ആക്സിസ് ലൊക്കേറ്റ് ചെയ്താൽ മാത്രമേ Y മാക്സിമം ഡിസ്റ്റൻസ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അതേപോലെ Iയും അവിടെ കണ്ടുപിടിക്കണം ഒരു അൺസിമെട്രിക്കൽ സെക്ഷനിൽ. അതെങ്ങനെയെന്നുള്ള അടുത്ത ടോപ്പിക്കിൽ നോക്കാം. നമുക്ക് അടുത്തത് ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കാം. An I section is simply supported over a span of 12 meter. If the maximum permissible bending stress is 80 Newton/mm², what concentrated load can be carried at a distance of 4 meter from one support? For I section ആണ് ബീമിലുള്ളത്. As shown in figure, this is the figure. I section full details തന്നിട്ടുണ്ട്. Web, flange, width, everything is given. And simply supported over a span of 12 meter. അതവിടെ നിൽക്കട്ടെ. ഇനി നമ്മൾ ബെൻഡിങ് ഇക്വേഷനിലേക്ക് വേണ്ട ഒരു കാര്യം മാത്രമേ തന്നിട്ടുള്ളൂ. ബെൻഡിങ് സ്ട്രെസ് ഇസ് 80 Newton/mm². That is F maxima is given. We have to calculate what concentrated load can be applied. അപ്പൊ അവിടെ നമ്മൾ ബെൻഡിങ് ഇക്വേഷനിൽ എന്തൊക്കെ കണ്ടുപിടിക്കണം, എന്ത് തന്നിട്ടുണ്ടെന്നുള്ള ആദ്യം നോക്കാം. ഓക്കെ, നമുക്ക് നോക്കാം. സോ കമ്മിങ് ടു ദിസ് ബെൻഡിങ് ഇക്വേഷൻ, ഈ പറഞ്ഞ ക്വസ്റ്റ്യനിൽ F is given. എത്ര തന്നിട്ടുണ്ട്? F is given as 80 Newton/mm² തന്നിട്ടുണ്ട്. അത് മാത്രമേ തന്നിട്ടുള്ളൂ, അല്ലേ? പിന്നെ ഫിഗർ തന്നിട്ടുണ്ട്. I section is given. So from that we can calculate I of the section
എബൌട്ട് ഇറ്റ്സ് ന്യൂട്രൽ ആക്സിസ്. സിമെട്രിക്കൽ ആയതുകൊണ്ട് നമുക്ക് ഐ കണ്ടുപിടിക്കാൻ പറ്റും അല്ലേ? അത് നിങ്ങൾ കണ്ടുപിടിക്കാം. ഡിഫറെന്റ് മെത്തേഡ് ഉപയോഗിക്കാം. ഒന്നുകിൽ ന്യൂട്രൽ ആക്സിസ് നിന്ന് ഇതൊരു സെക്ഷൻ ആക്കി എടുക്കാം, ഇത് 2 ആൻഡ് ദിസ് 1 3 ഈ രീതിയിൽ കാൽക്കുലേറ്റ് ചെയ്യാം. അല്ലെങ്കിൽ ഈ ടോട്ടൽ ഐ സെക്ഷൻ്റെ അകത്ത് നിന്ന് ഇത്രയും ഏരിയ മൈനസ് ചെയ്യാം. നമ്മൾ ചെയ്തതാണ്. ഓക്കെ, സോ ഐ ഈസ് കാൽക്കുലേറ്റഡ്. ഐ കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അപ്പൊ ഐ കിട്ടി. ഇനി വൈ എന്ന് പറയുന്നത് ന്യൂട്രൽ ആക്സിസിൽ നിന്നും എക്സ്ട്രീം ഫൈബറിലേക്കുള്ള ഡിസ്റ്റൻസ്. ഇവിടെ സിമെട്രിക്കൽ ആയതുകൊണ്ട് ന്യൂട്രൽ ആക്സിസ് സെന്ററിലായിരിക്കും. അവിടെ നിന്ന് എക്സ്ട്രീം ഫൈബറിലേക്ക് ഒന്നുകിൽ താഴോട്ട് അല്ലെങ്കിൽ മുകളിലേക്ക്, രണ്ടും സെയിം ആയിരിക്കുമല്ലോ സിമെട്രിക്കൽ ആയതുകൊണ്ട്. സോ വൈ മാക്സ് ഈസ് ഒബ്ടൈൻഡ്. സോ എഫ് മാക്സിമ ഐ വൈ മാക്സിമ, എഫ് മാക്സിമ ഐ ആൻഡ് വൈ മാക്സിമ കിട്ടി. അപ്പൊ ഇതിന് ആകെ ബാക്കിയുള്ളതാ? ഇത് നമുക്ക് നോക്കേണ്ട കാര്യമില്ല, കാരണം അതൊന്നും അതിനെപ്പറ്റി ഒന്നും പറഞ്ഞില്ല. സോ ഓൺലി തിങ് ഈസ് എം. സോ എം ക്യാൻ ബി ഒബ്ടൈൻഡ് ഫ്രം ദിസ് സ്റ്റെപ്സ്. എം എന്ന് പറയുന്നത് എന്താണ്? ദ മാക്സിമം മൊമെന്റ് ആക്ടിങ് ഓൺ ദാറ്റ് ബീം. അപ്പൊ എമ്മിന്റെ വാല്യൂ കിട്ടി. ഇനി നമുക്ക് അടുത്ത കണ്ടീഷൻ തന്നെ നോക്കാം. അപ്പൊ എം ഇവിടെ കിട്ടിക്കഴിഞ്ഞല്ലോ. ഇനി എമ്മിലേക്ക് എത്താൻ വേറെ എന്താ തന്നെന്നുള്ളത് നോക്കാം. തന്നിരിക്കുന്നത് ഇറ്റ്സ് എ സിംപ്ലി സപ്പോർട്ടഡ് ബീം വിത്ത് എ പോയിന്റ് ലോഡ് ഈസ് ആക്ടിങ് അറ്റ് 4 മീറ്റർ എന്ന് തന്നിട്ടുണ്ട്. ടോട്ടൽ 12 മീറ്റർ ആണ്. സോ ദിസ് വിൽ ബി 4 and 8. അപ്പൊ ഈ ഒരു കണ്ടീഷനിലെ മാക്സിമം മൊമെന്റ് നമുക്ക് കണ്ടുപിടിക്കണം. ആ മാക്സിമം മൊമെന്റിന്റെ ഇക്വേഷന്റെ അകത്ത് ഒരു ഡബ്ല്യു ഉണ്ടാവും. അത് ഇതുമായിട്ട് ഇക്വേറ്റ് ചെയ്താൽ ഡബ്ല്യു കിട്ടും. അപ്പൊ നമ്മളെ ഇക്വേഷൻ കണ്ടീഷൻ ആയല്ലോ. വാട്ട് ഈസ് ദ പോയിന്റ് ലോഡ് ടു ബി അപ്ലൈഡ് അറ്റ് 4 മീറ്റർ എന്നാണ് ചോദ്യം. അപ്പൊ ഇവിടെ വാട്ട് വിൽ ബി ദ മാക്സിമം ബെൻഡിങ് മൊമെന്റ്? ഒരു പോയിന്റ് ലോഡ് ആക്ട് ചെയ്യുന്ന സമയത്ത് മാക്സിമം ബെൻഡിങ് മൊമെന്റ് എന്നുള്ളത് നമ്മൾ BMD SFD ഒക്കെ വരയ്ക്കുന്ന സമയത്ത് പഠിച്ചിട്ടുണ്ട്. അവിടെ the maximum bending moment is, the bending moment diagram will be like this, and the maximum bending moment will be W into AB divided by L. This is the equation. ഇവിടെ AB എന്ന് പറയുന്നത് 4 ഉം 8 ഉം ആണ്. So maximum moment from this condition will be WAB by L, that is W into 4 into 8 by 12, and that is equal to this value. From this W കിട്ടുമല്ലോ അല്ലേ? WAB by L ന്റെ അർത്ഥം W കിട്ടും. അപ്പൊ നമുക്കിവിടെ നോക്കേണ്ടത്, നമുക്കിവിടെ എന്തൊക്കെ പോർഷൻ വരുന്നുണ്ട് നോക്കാം. അപ്പൊ ഈ ഐ, ദാറ്റ് ഈസ് മൊമെന്റ് ഓഫ് ഇനേഷ്യ, ദാറ്റ് ഈസ് ടേക്കൻ ഫ്രം ദ എഞ്ചിനീയറിംഗ് മെക്കാനിക്സ് പോർഷൻ. ദിസ് ഇക്വേഷൻ MOSലെ 4th മോഡ്യൂൾ. ദിസ് കാൽക്കുലേഷൻ MOSലെ 3rd മോഡ്യൂൾ. അപ്പൊ ഇത്രയും ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റുള്ളൂ. സോ ഓൾ ദീസ് പോർഷൻസ് ആർ ഇന്റർ റിലേറ്റഡ്. ഓക്കെ, ഈസി അല്ലേ? യു ട്രൈ ദിസ്. ആ PDF തന്നിട്ടുണ്ടാവും, ഞാൻ നോക്കുക ചെയ്യാം. നെക്സ്റ്റ് ഇങ്ങനെ ക്വസ്റ്റ്യൻസ് ട്രൈ ചെയ്ത് നോക്കൂ. 2 സർക്കുലർ ബീംസ് where one is solid of diameter D, other is a hollow of outer diameter DO and inner diameter DI. Same length, same material, same weight. Find the ratio of the section modulus of these circular beams. Section modulus is known as Z value. So what we have to calculate here is ZS by ZH. That is Z solid by Z hollow. അപ്പോൾ സെഡിന്റെ ജനറൽ ഇക്വേഷൻ I by Y ആണ്, Y മാക്സിമം ആണ്. അപ്പോൾ I solid by Y maxima of solid divided by I hollow divided by Y maxima of hollow. അപ്പോൾ ഇവിടെ സോളിഡിന്റെ ഡയമീറ്റർ D തന്നിട്ടുണ്ട്, മറ്റത് DOയും DIയും തന്നിട്ടുണ്ട്. അപ്പോൾ ഇത് 3 കോൺസ്റ്റന്റ് വരുമ്പോൾ സൗകര്യത്തിന് വേണ്ടി അവർ ഒരു റിലേഷനും കൂടി തന്നിട്ടുണ്ട്. ആൻഡ് ദാറ്റ് റിലേഷൻ ഈസ് വെയിറ്റ് ഓഫ് സോളോ ഈക്വൽ ടു വെയിറ്റ് ഓഫ് സോളിഡ് ഈസ് ഈക്വൽ ടു വെയിറ്റ് ഓഫ് ഹോളോ. വെയിറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ഡെൻസിറ്റി ഇൻറ്റു വോളിയം ആണ്. വോളിയം ഓഫ് സോളിഡ് ദാറ്റ് ഈസ് ഈക്വൽ ടു ഡെൻസിറ്റി ഇൻറ്റു വോളിയം ഓഫ് ഹോളോ. പക്ഷെ വേറെ കണ്ടീഷൻ അതിന്റെ സെയിം മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ ഡെൻസിറ്റി ഒക്കെ സെയിം ആയിരിക്കും. ഇപ്പോൾ വോളിയം ഓഫ് ദ സോളിഡ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഇക്വേഷനിലെ π/4 ഇൻറ്റു എന്താണ് ഏരിയ ഇൻറ്റു ഒരു സർക്കുലർ പൈപ്പ് അല്ലേ, ഏരിയ ഇൻറ്റു ലെങ്ത് ഹൈറ്റ് ആണ്. അപ്പോൾ അതിന് വോളിയം കിട്ടും. അതേപോലെ ഇവിടെയും വോളിയം കിട്ടും ഹോളോ ആകുമ്പോൾ. ക്രോസ് സെക്ഷൻ ഏരിയ അവൈലബിൾ ഇൻറ്റു ലെങ്ത്. അപ്പോൾ അതിൻ്റെ അകത്ത് നിന്നും ഡിയും DOയും DIയും തമ്മിൽ റിലേഷൻ കിട്ടും. ആ റിലേഷൻ നിങ്ങൾക്ക് ഇവിടെ അപ്ലൈ ചെയ്യാം. സോ ഫൈനലി ഒരു സോൾവ് ചെയ്തൊരു സാധനം കിട്ടും. ദാറ്റ് വിൽ ബി കണ്ടെയ്നിങ് ഓൺലി DO ആൻഡ് DI
etc. So get that relation. That is the question here, and that will be provided in the PDF. നോക്കുക, ചെയ്ത് നോക്കുക. This is another question. A water main of 500 mm internal diameter and 20 mm thick. ശ്രദ്ധിക്കുക, നിങ്ങൾ എപ്പോഴും തെറ്റിക്കുന്നതാണ്. 5 mm ഇന്റേണൽ ഡയമീറ്റർ ഇസ് ഗിവൺ, തിക്നെസ് ഇസ് ഗിവൺ എന്ന് പറയുമ്പോൾ ഇന്റേണൽ ഡയമീറ്ററും തിക്നെസ്സും കൂടി കൂട്ടിയിട്ട് എക്സ്റ്റേണൽ ഡയമീറ്റർ എഴുതും. വരച്ചു നോക്കുക. എക്സ്റ്റേണൽ ഡയമീറ്റർ കിട്ടണമെങ്കിൽ തിക്നെസ് രണ്ട് സൈഡിലും വരണം. Okay, is running full. The water main is of cast iron and is supported at 2 points 10 meter apart. അപ്പോൾ 10 meter apart 2 points കണക്ട് ചെയ്യാന്ന് പറഞ്ഞതിന്റെ അർത്ഥം ഒരു സിംപ്ലി സപ്പോർട്ടഡ് ബീം പോലെ ആക്ട് ചെയ്യുന്നതാണ്. Find the maximum stress in the metal. The cast iron and water unit weight is given. ഇപ്പോൾ യൂണിറ്റ് വെയിറ്റ് കിട്ടി കഴിഞ്ഞാൽ ടോട്ടൽ വെയിറ്റ് കാണണമെങ്കിൽ അതിനെ വോളിയം കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. So in that way this question is given. You try it. Everything is just simple. Calculating the total weight. Total weight കിട്ടിക്കഴിഞ്ഞാൽ ഇതൊരു സിംപ്ലി സപ്പോർട്ടഡ് ബീം പോലെ ആക്ട് ചെയ്യും അല്ലേ? സിംപ്ലി സപ്പോർട്ടഡ് ബീം പോലെയാണ് ആക്ട് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയും നമുക്ക് വെയിറ്റ് ഡെൻസിറ്റി കിട്ടും. വോളിയം കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത ടോട്ടൽ വെയിറ്റാ കിട്ടുക. അതിന് വോളിയം കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നതിന് പകരം അതിനകത്ത് ലെങ്ത് കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഓൺലി ദ ക്രോസ് സെക്ഷൻ ഏരിയ ഇൻറ്റു ഇന്റൻസിറ്റി ചെയ്ത് കഴിഞ്ഞാൽ യു വിൽ ബി ഗെറ്റിംഗ് ഇറ്റ് ആസ് എ സിംപ്ലി സപ്പോർട്ടഡ് ബീം വിത്ത് UDL. സിംപ്ലി സപ്പോർട്ടഡ് ബീം വിത്ത് UDL എന്ന് പറഞ്ഞാൽ മാക്സിമം മൊമെന്റ് നമുക്ക് കാണാൻ പറ്റും. ദാറ്റ് വിൽ ബി WL²/8. സോ ഇൻ ദാറ്റ് വേ കാൽക്കുലേറ്റ് ദ മാക്സിമം M ഓൾസോ. M കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് അതിലെ Y മാക്സിമം I മാക്സിമം ഒക്കെ കണ്ടിട്ട് F കണ്ടുപിടിക്കാൻ പറ്റും. ദാറ്റ് ഈസ് ഹിയർ സിഗ്മ നമ്മളെ ടേം ആണെങ്കിൽ മാക്സിമം സ്ട്രെസ് F മാക്സിമം ഈക്വൽ ടു കിട്ടും. ട്രൈ ഇറ്റ് ഔട്ട്. ഇത് ഡയറക്റ്റ് ക്വസ്റ്റൻ അല്ല, കുറച്ചൊരു ട്രിക്കി ക്വസ്റ്റൻ ആണ്. യു ഹാവ് ടു ലേൺ ഇറ്റ്. പൈപ്പിൽ വെള്ളം പോകുന്ന സമയത്ത് ഉണ്ടാവുന്ന ഒരു കണ്ടീഷനാണ്. അപ്പൊ അവിടെ വെള്ളത്തിന്റെ വെയിറ്റും വരും, പൈപ്പിന്റെ വെയിറ്റും വരും. ഈ വെള്ളത്തിന്റെ വെയിറ്റും പൈപ്പിന്റെ വെയിറ്റും നമ്മൾ UDL ആയിട്ട് കൺവേർട്ട് ചെയ്യണം. UDL ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ മീൻസ് അതിന്റെ ക്രോസ് സെക്ഷൻ ഏരിയ ഇൻറ്റു ഡെൻസിറ്റി. അപ്പോ അതിന്റെ വെയിറ്റ് കിട്ടും. ഏരിയ ഇസ് ഗിവൺ. Then to find the weight of the water on 1 meter, weight of the pipe for a meter run. So weight density കിട്ടി, area into length per meter എന്ന് പറയുമ്പോൾ divided by length. അപ്പോൾ ഇവിടെ ലെങ്ത് എടുക്കേണ്ടത് നമ്മൾ 1 meter മാത്രം എടുത്താൽ മതി. So you will be getting UDL. അതേപോലെ വാട്ടറിന്റെ UDL കാണാം. രണ്ടും കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ടോട്ടൽ UDL കിട്ടി. അത് വെച്ച് WL²/8 ഉപയോഗിച്ചാൽ മൊമെന്റ് കിട്ടും. അപ്പോൾ ബെൻഡിങ് ഇക്വേഷനിലെ M കിട്ടി. ഇനി ക്രോസ് സെക്ഷൻ നമുക്കറിയാം, ഒരു സർക്കുലർ ആണ്. അപ്പോൾ അത് വെച്ചിട്ട് I കാണാൻ പറ്റും, Y മാക്സിമം കാണാൻ പറ്റും. സോ ഓൺലി അൺനോൺ ഈസ് F മാക്സിമ. ദാറ്റ് F മാക്സിമ ക്യാൻ ബി ഒബ്റ്റൈൻഡ്. ഓക്കെ, അപ്പോൾ ഈ ടൈപ്പ് ഓഫ് പ്രോബ്ലംസ് ഇൻഡയറക്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഇതിൽ നിർബന്ധമായിട്ട് പ്രതീക്ഷിക്കാം. ഒന്നുകിൽ ലോഡ് കാണാനായിരിക്കാം, അല്ലെങ്കിൽ ലോഡിന്റെ കണ്ടീഷൻ വളരെ വ്യത്യസ്തമായിട്ടായിരിക്കും തരുന്നുണ്ടാവുക. യു ഹേവ് ടു ഗെറ്റ് ദിസ് M വാല്യൂ. സോ ഇത് ഈസി ആയിട്ട് മാറണമെങ്കിൽ തേർഡ് മോഡ്യൂളിലെ ബെൻഡിങ് മൊമെന്റ് കാണുന്നത് വളരെ തറവായിരിക്കണം. ഓക്കെ, ഇനി ഇതിൽ ഐ സെക്ഷൻ നമ്മൾ പറഞ്ഞു. ഇനി അൺസിമെട്രിക്കൽ ആയിട്ടുള്ള ഐ സെക്ഷൻ വന്നാൽ എങ്ങനെ സോൾവ് ചെയ്യാം, അതാണ് അടുത്ത പ്രോബ്ലം.